നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ വിശാൽ സർ, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വരൂ മക്കളെ, വരൂ. എന്താ അമ്മേ, എന്താ വിശേഷം? മോനെ, ഇത് പാർവതിയുടെ നന്മയ്ക്ക് വേണ്ടി, ഇവളുടെ ദീർഘായുസിന് വേണ്ടി നടത്തുന്ന ഒരു പൂജ. എനിക്ക് വേണ്ടി പ്രഭാവതി അമ്മ പൂജ നടത്തുന്നു. ഇതിലെന്തോ അസ്വാഭാവികത ഉണ്ടല്ലോ. ആ, ലക്ഷ്മിപുരത്ത് വെച്ച് പാർവതിക്ക് തീപ്പൊള്ളലേറ്റില്ലേ? അന്ന് ദൈവകടാക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാ പാർവതി ജീവനോട് രക്ഷപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. പാർവതിയുടെ ആയുസിന് ഇനി ഒരാപത്തും വരാൻ പാടില്ല. അതിനുവേണ്ടി ഒരു ആയുർ ഹോമം നടത്തണം. തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി മോനെ. തിരുമേനിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോ തിരുമേനി വിശദമായിട്ട് അതൊന്ന് ഗണിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പൂജ നടത്തിയേ തീരൂന്ന്. അല്ല, അങ്ങനെ തിരുമേനി പറയുമ്പോ നമ്മളായിട്ട് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് പൂജ നടത്താമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. പാർവതി, കണ്ടോ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം? നമ്മളോട് ആരോടും പറയാതെ അമ്മ കണ്ടറിഞ്ഞ് നിനക്ക് വേണ്ടി പൂജ നടത്താൻ പോവാ. ഇതേതായാലും വലിയ സസ്പെൻസ് ആയിപ്പോയി. ഞങ്ങളോട് ആരോടും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല സുശീലേ. ഇത്രയൊക്കെ അറേഞ്ച് ചെയ്യാൻ അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നല്ലോ. അതിനിടയില് ഇവിടെ ഉള്ളവരോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? എന്റെ ഗാർഗി, ഞാനതങ്ങ് വിട്ടുപോയി. അതെ, ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാതിരുന്നതിന് ഞാൻ എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു. പോരെ? ആ മോളെ, നീ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വസ്ത്രം മാറി വരൂ. എടാ, നീയും പോയി കുളിച്ചിട്ട് വരൂ. ഇതിലെന്തോ ചതിയുണ്ട്, അത് ഉറപ്പാണ്. അല്ലമ്മേ, തീപിടുത്തം നടന്നിട്ട് കുറച്ചു ദിവസമായില്ലേ? അന്നെന്താ ഈ പൂജ നടത്താതിരുന്നേ? അന്ന് ഈ പൂജ നടത്താതെ ഇപ്പൊ നടത്തുന്നതിൽ കാര്യമുണ്ടോ? എന്റെ മോളെ, ഇത്തിരി വൈകിട്ടായാലും ഇത് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നാളും ദിവസം ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ തിരുമേനി അങ്ങനെ തന്നെയാ പറഞ്ഞത്. തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ, നിങ്ങൾ പോയി ശുദ്ധിയായിട്ട് വരൂ. ശരി അമ്മേ, നമുക്ക് പോയി റെഡി ആയിട്ട് വരാം. പാർവതി, വാ. ആ, ഒന്ന് നിന്നേ. അതെ, ഈ കലശങ്ങൾ പൂജിച്ചു തീർന്ന് നാളെ രാവിലെ മറുക്രിയ ചെയ്യും വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. എന്നാലേ ഈ പൂജയുടെ ഫലം അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതിനിടയിൽ പ്രോഗ്രാംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് കേട്ടോ. ശരി അമ്മേ, അതൊക്കെ മാറ്റി വെച്ചേക്കാം. ആ, എന്നാ മോനെ വേഗം റെഡി ആയിട്ട് വരൂ. ശരി അമ്മേ, ചെല്ല്. വാ. എന്തായാലും നിന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടാ അമ്മ ഈ പൂജ നടത്തുന്നത്. അതെ അതെ, എന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് തന്നെയാ പ്രഭാവതി അമ്മ ആ പൂജ നടത്തുന്നത്. എന്റെ കാര്യത്തിൽ
അമ്മ വളരെ ശ്രദ്ധാലുവാണ്. അതെന്താ പാർവതി, നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ? ഒന്നുമില്ല. അത് വെറുതെ എന്തോ ഉണ്ട്. എന്താ കാര്യം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ പോയി പൂജയിൽ പങ്കെടുക്കാൻ നോക്ക്. ഞാൻ വരാം. ഉം? പാർവതി, നിന്നെ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതെന്നോട് പറയാൻ പറ്റുന്നാണെങ്കി പറയും. അല്ല, പറയാൻ ബുദ്ധിമുട്ടാണെങ്കി നീ പറയണ്ട. നിന്നോട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഗാർഗി, ഈ പൂജ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രഭാവതി അമ്മ നടത്തുന്നതെന്നാണോ നീ കരുതുന്നേ? ആ, അങ്ങനെയാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. ഇത് നിന്റെയും ബ്രോയുടെയും ആയുസ് സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പൂജയല്ലേ? അല്ല ഗാർഗി, ഈ പൂജയ്ക്ക് പിന്നിൽ അമ്മയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. മറ്റൊരു ലക്ഷ്യം? എന്ത് ലക്ഷ്യം? അതൊക്കെ പിന്നീട് ഞാൻ വിശദമായിട്ട് നിന്നോട് പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? പാർവതി, നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ്. ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. പറയാം. അതിനു മുമ്പ് നീ എനിക്കൊരു സഹായം ചെയ്യൂ. ഞാനെന്ത് സഹായം ചെയ്യണ്ടേ? നീ പറ. നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിനക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ഗാർഗിയും ഇതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നീ ഒരിടം വരെ ചെല്ലണം. അവിടെ ചെന്ന് ഞാൻ പറയുന്ന ആളിനെ കാണണം. എന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് നീ ഒന്ന് ചോദിക്കണം. ആരാ അദ്ദേഹം? നീ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. എന്താ, നീ പോയി അദ്ദേഹത്തെ കാണില്ലേ? തീർച്ചയായും ഞാൻ പോവാം. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും പ്രഭാവതി അമ്മ അറിയാതെ വേണം നീ ചെയ്യേണ്ടത്. അത് ഞാൻ ഏറ്റു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.